ഗായ്സ്, വെൽക്കം ടു അനദർ വീഡിയോ. കുറേ നാളായി വീഡിയോ ഇട്ടിട്ട്, അപ്പോൾ ഇൻട്രോ പറയാനൊക്കെ ഒരു ചെറിയ കോൺഫിഡൻസ് കുറവുണ്ട്. ഞങ്ങൾ ഇന്ന് 4 പേര് വന്നിരിക്കുന്നത് കോട്ട്സ്വോൾഡ്സ് എന്ന് പറഞ്ഞൊരു വില്ലേജിലാണ്, UK-ലുള്ളൊരു വില്ലേജാണ്. അവിടെ ബൈബറി ട്രൗട്ട് ഫാം വിസിറ്റ് ചെയ്യാനാണ്. അവിടുത്തെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അവിടെ പോവുക, അവിടെ കുറച്ച് ഫിഷിംഗ് ഫാംസ് ഉണ്ട്, വെറൈറ്റി ടൈപ്പ് ഓഫ് ട്രൗട്ട്സ് ഉണ്ട്. അതൊക്കെ നമുക്ക് കാണാൻ എക്സ്പീരിയൻസ് ചെയ്യാം. ഫിഷ് ചെയ്തിട്ട് നമുക്ക് ബാർബിക്യൂ ചെയ്യാം. അവിടെ ബാർബിക്യൂ സ്പേസ് ഉണ്ട്. ബാർബിക്യൂ ചെയ്തിട്ട് നമുക്ക് അവിടെ തന്നെ ഒരു ഡേ സ്പെൻഡ് ചെയ്യാനുള്ളൊരു ഓപ്ഷനും കൂടി അവിടെ ഉണ്ട്. ഓക്കെ, സോ അപ്പോൾ അതിൻ്റെ മോർ ഡീറ്റെയിൽസ് ആണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഫർദറായിട്ട് കാണുക, കീപ്പ് വാച്ചിങ്. നമ്മുടെ ഡേ ടു ഡേ വർക്ക് ലൈഫും ഡേ ഷിഫ്റ്റും നൈറ്റ് ഷിഫ്റ്റും മാറി എടുത്ത് അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് ക്ലീൻ ചെയ്ത് കുക്ക് ചെയ്ത് നെക്സ്റ്റ് ഡേക്കുള്ള പ്രിപ്പറേഷൻ നടത്തി എന്ത് സ്ട്രെസ്ഫുൾ ലൈഫാണല്ലേ നമ്മൾ ദ എൻറ്റയർ വീക്ക് കടന്നു പോകുന്നത്. അപ്പോൾ ഒരു ചെറിയ റിലാക്സേഷൻ എല്ലാവരുടെ ലൈഫിൽ ആവശ്യമാണ്. അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇന്ന് എത്തിയിരിക്കുന്ന സ്ഥലമാണ് ബൈബറി. ബൈബറി എന്ന് പറയുന്ന ഒരു ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വില്ലേജാണ്. ക്ലസ്റ്റർഷെയർ എന്ന് പറയുന്ന ഇംഗ്ലണ്ടിൽ ഒരു സ്ഥലത്താണ് ഈ ബൈബറി വരുന്നത്. നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും കോട്ട്സ്വോൾഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമൊക്കെ. സോ അവിടെയാണ് ഈ ബൈബറി എന്ന് പറയുന്ന സ്ഥലം വരുന്നത്. ഒരു ബ്യൂട്ടിഫുൾ ഡ്രൈവാണ്. ഇപ്പം നമ്മൾ എത്തിയിരിക്കുന്ന ആർലിംഗ്ടൺ റോ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. അതൊരു 14th century കോട്ടേജസ് ഒക്കെ ഇങ്ങനെ റോയിലിരിക്കുന്ന, ഇങ്ങനെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്ന പോലെ ഇരിക്കുന്ന സ്ഥലമാണ് ഈ ആർലിംഗ്ടൺ റോ എന്ന് പറയുന്നത്. ഞങ്ങൾ ഇവിടെയാണ് പാർക്ക് ചെയ്തത്. നമുക്കിവിടെ 3 hours വരെ പാർക്ക് ചെയ്യാം. റോഡ് സൈഡിൽ നമുക്ക് പാർക്കിംഗ് ഉണ്ട്. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് 14th century കോട്ടേജസ്. ഇവിടെ ഇപ്പോഴും ആൾക്കാർ താമസിക്കുന്നുണ്ട് കേട്ടോ. ഇറ്റ്സ് എ പ്രൈവറ്റ് ലിവിങ് സ്പേസ് ആണ്. സോ നമ്മൾ അവർ കൂടുതൽ ഡിസ്റ്റർബ് ചെയ്യാതെ നമുക്ക് അവരുടെ പ്രൈവസിയിലോട്ടൊക്കെ കൈ കടത്താതെയൊക്കെ നമുക്ക് അവിടെ കൂടെ നടക്കും, പിക്ചേഴ്സ് എടുക്കുകയൊക്കെ ചെയ്യാം. കുറേ ഫോറിനേഴ്സ് വന്നിട്ടുണ്ടായി. കുറേ കോച്ചസിലിങ്ങനെ സൈറ്റ് സീയിങ്ങിനൊക്കെ ആൾക്കാർ വന്നിറങ്ങുകയും അവിടെ കണ്ടുപോകുകയും ഒക്കെ നമുക്കിവിടെ കാണാം. നമ്മൾ ഒരു 3 minutes വാക്കാണ് നമ്മൾ ഇന്ന് പോകുന്ന സ്ഥലത്തിലേക്കുള്ളത്. ഈ ആർലിംഗ്ടൺ റോയിൽ നിന്ന് ഒരു 3 minutes വാക്കുണ്ട്. ആ വാക്ക് ഒട്ടും നമ്മളെ മടുപ്പിക്കത്തില്ല. നല്ല ബ്യൂട്ടിഫുൾ ഒരു വാട്ടർ സോഴ്സ്, ഒരു കനാലിൻ്റെ സൈഡിൽ കൂടെയാണ് നമ്മൾ പോകുന്നത്. കനാലാണോ എന്ന് എനിക്ക് പെർഫെക്റ്റായിട്ട് അറിയില്ല, പക്ഷെ ഒരു വാട്ടർ സോഴ്സിൻ്റെ സൈഡിൽ കൂടെയാണ് നമ്മൾ പോകുന്നത്. സോ ഞാൻ പറഞ്ഞ ഈ കോട്ടേജസ് ഇതാണ്. അതിൽ ഇപ്പോഴും ആളുകൾ താമസിക്കുന്നുണ്ട്. അത് അവരുടെ വീടാണ്. അപ്പം നമ്മൾ കുറച്ചും കൂടിയൊക്കെ നമ്മൾ അവരുടെ പ്രൈവസിയൊക്കെ മാനിച്ച് വേണം നമ്മൾ അവിടെ ട്രാവൽ ചെയ്യാനും ഫോട്ടോസും എടുക്കാനൊക്കെ. ബൈബറി എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ഫേമസ് ആയിട്ടുള്ളൊരു ടൂറിസ്റ്റ് ലൊക്കേഷനാണ്. അതുപോലെ തന്നെ ഫോട്ടോഗ്രാഫേഴ്സ് പ്രിഫർ ചെയ്യുന്നൊരു ലൊക്കേഷനും കൂടെയാണ് കേട്ടോ. നമ്മൾ വന്നിരിക്കുന്നത് ബൈബറിയിൽ ട്രൗട്ട് ഫാമിലാണ് വന്നിരിക്കുന്നത്. അവിടുത്തെ ടിക്കറ്റ് വരുന്നത് £9 പെർ അഡൾട്ടും £7 പെർ ചിൽഡ്രനുമാണ് ടിക്കറ്റ് പ്രൈസ് വരുന്നത്. നമ്മൾ കയറി ടിക്കറ്റ് എടുത്ത് കഴിയുമ്പോൾ നമുക്ക് എൻട്രൻസ് ടിക്കറ്റായിട്ട് അവർ കയ്യിലൊരു സീലാട്ടോ അടിച്ചു തരുന്നത്. അപ്പോൾ ഞാൻ ഇനിഷ്യലി പറഞ്ഞ പോലെ തന്നെ ഇവിടെയുള്ളത് ട്രൗട്ട് ഫിഷസ് ആണ്. കുറേ വെറൈറ്റി ടൈപ്പ് ഓഫ് ട്രൗട്ട് ഫിഷസ് ഉണ്ട് കേട്ടോ. നമ്മൾ പോയപ്പോൾ തന്നെ നോർമൽ ട്രൗട്ട് ഫിഷസ് ഉണ്ട്, പിങ്ക് ട്രൗട്ട്സ് ഉണ്ട്, ബ്രൗൺ ട്രൗട്ട്സ് ഉണ്ട്, ബ്ലൂ ട്രൗട്ട്സ് ഉണ്ട്, റെയിൻബോ കളറിലുള്ള ട്രൗട്ട്സ് ഉണ്ട്. അങ്ങനെ കുറേ ഫിഷസ് ഉണ്ട്. അതൊക്കെ നമുക്ക് നടന്ന് കാണുകയും അവർക്ക് ഫുഡൊക്കെ ഇട്ട് കൊടുക്കുകയും ഒക്കെ ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ഞാൻ നല്ല രസമുള്ളൊരു കാഴ്ച കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ ഞങ്ങൾ നടന്ന് അവസാനം മീൻ പിടിക്കേണ്ട സ്ഥലത്തെത്തി കേട്ടോ. ഇവിടെ നമുക്ക് എത്തുമ്പോൾ തന്നെ അവരൊരു 3 minutes വീഡിയോ കാണിച്ചു തരും, എങ്ങനെയാണ് ഈ റോഡ് യൂസ് ചെയ്യേണ്ടത് ഫിഷ് ചെയ്യാനായിട്ട്. ഫിഷ് ചെയ്തതിന് ശേഷം നമുക്ക് എങ്ങനെ മീനിനെ കൊല്ലാം എന്നൊക്കെ ഉള്ളത് അവർ കാണിച്ചു തരും. നമുക്ക് നമ്മുടെ റോഡ് കൊണ്ടുപോകാൻ പറ്റത്തില്ല, അവിടെ നിന്ന് മേടിക്കണം. £3 ആണ് അതിൻ്റെ ചാർജ് കിട്ടിയെന്ന് പറയൂ. നെറ്റും പിന്നെ ബക്കറ്റ്, അത് കൊല്ലാനുള്ള സാധനം, പിന്നെ ഫുഡ്, പിന്നെ റോഡ്. അതവിടെ എവിടെയല്ലേ ഇവിടെ നിന്ന് പിടിക്കാൻ കേട്ടോ. പക്ഷെ ഇത് ലോ ചാൻസാ കിട്ടാൻ. ഇവിടുന്ന് ട്രൈ ചെയ്യാൻ ആഗ്രഹമുണ്ടോ? പക്ഷെ ഇത് ചാൻസ് കുറവാ കിട്ടാൻ. ഡെയിലി 1 or 2 പീപ്പിളിന് മാത്രമേ കിട്ടുള്ളൂ. പിന്നെ
ഇത് അവിടെ നിന്ന് അവർ തുറന്നു വിടുന്ന കണ്ട, അതിൽ കൂടെ മീൻ വരും. ആര് പിടിക്കുന്നു? അങ്ങനെ ഞങ്ങൾ മീൻ പിടിക്കാൻ തുടങ്ങി. പിന്നെ പറഞ്ഞില്ല എന്ന് പറയരുത്, ഇവിടെ പിടിക്കുന്ന മീനിന് ഇവിടെ ക്യാഷ് കൊടുക്കണം. 1 കിലോയ്ക്ക് ചാർജ് വരുന്ന 12 pounds ആണ്. എങ്ങനെയൊക്കെ പോയാലും അത്യാവശ്യം നല്ല സൈസുള്ള മീൻ തന്നെയായിരുന്നു. എങ്ങനെയൊക്കെ നമ്മൾ ചെറുത് നോക്കി എടുത്താലും ഒരു 1 kilo പ്ലസ് ഉണ്ടാവും അതിന്. ഇത് മുൻപരിചയമില്ലാത്തത് കൊണ്ട് തന്നെ വലിയ ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. അതിലാണെങ്കിൽ ഇഷ്ടം പോലെ മീനുണ്ട്. എവിടെ നമ്മൾ ചൂണ്ടയിട്ടാലും മീൻ വീഴും എന്നുള്ള അവസ്ഥയിലാണ്. ശരിക്കും മീനുണ്ട് കേട്ടോ. നിങ്ങൾ എന്തായാലും തളരത്തില്ല, നല്ല ഫണ്ണായിരിക്കും, നിങ്ങൾ എൻജോയ് ചെയ്യും, ഉറപ്പായും മീൻ കിട്ടുകയും ചെയ്യും കേട്ടോ. ഗംഗ ഒരു 5 കിലോടെ പിടിച്ചോ, പൈസ ഒന്നും നീ കാര്യാക്കണ്ട. ഇടി കുരുങ്ങിടി ഇല്ലേ? എടാ പിടിക്കടാ. എന്റെ രാഹുൽ അത് മുക്കിയെടുക്ക, ഇവനെന്നെ കാട്ടണേ. എന്റെ പൊന്നടാ, എടാ അതിനെ കേറ്റടാ അതിന്റെ അകത്തോട്ട്. എടാ അങ്ങനെ ചെയ്യലെന്ന് പറഞ്ഞേ, പോരട്ട പെട്ടെന്ന്. ഇച്ചു തലേന്ന് ഓരിച്ചു. ഇവിടെ പിടിക്കും ഇതാ അതിന്റെ തലയെ പിടിച്ചിട്ട് കൊല്ലട്ടോ. നമുക്ക് മീനിനെ കൊല്ലാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവിടെ സ്റ്റാഫ് ഉണ്ടാവും കേട്ടോ, ഹെൽപ്പ് ചെയ്യാനായിട്ട്. അവർ നമുക്ക് മീനിനെ കൊന്നു തരും. ഞങ്ങൾ ഒരു മീനിനെ പിടിച്ചോളൂ, അത്യാവശ്യം സൈസുള്ള മീൻ തന്നെയായിരുന്നു. നമുക്ക് ക്ലീൻ ചെയ്യണമെങ്കിൽ അവർ ക്ലീൻ ചെയ്ത് തരും. അതിന് നമ്മൾ എക്സ്ട്രാ 1 pound എങ്ങാണ്ട് കൊടുക്കണം, ചാർജ് ചെയ്യും അവർ ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. നമുക്ക് നമ്മുടെ തന്നെ ബാർബിക്യൂ ഒന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല. അവിടെ നിന്ന് നമ്മൾ ബാർബിക്യൂ വാങ്ങിക്കണം. അവർ സൈസ് 2 സൈസിലാണുള്ളത്, ഒന്ന് സ്മോളും ഒന്ന് ലാർജും. എന്തായാലും വലിയ മീനാണെങ്കിൽ ലാർജ് ബാർബിക്യൂ വേണ്ടി വരും. ഇൻസ്റ്റൻറ്റ് ബാർബിക്യൂ ആണ് അവിടെ നിന്ന് തരുന്നത്. അതൊന്നും നമ്മൾ കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഇൻസ്റ്റൻറ്റ് ബാർബിക്യൂ ആയാലും അവിടെ നിന്ന് തന്നെ നമ്മൾ വാങ്ങണം കേട്ടോ. അങ്ങനെ ഫിഷ് ചെയ്യുക, ഗ്രില്ല് ചെയ്യുക, നിങ്ങളുടെ ഒരു ഡേ നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യുക.